ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യത്തിൽ മത്സരിക്കാൻ കോൺഗ്രസും സിപിഎമ്മും ധാരണയായി. അതായത് ആപ്പിനെ പുറത്താക്കിയെന്ന് സാരം. ഒരു സീറ്റിലാണ് സിപിഎം മത്സരിക്കുക. ബാക്കി 89 സീറ്റിലും കോൺഗ്രസ് മത്സരിക്കും. പാർട്ടിയുടെ ശക്തികേന്ദ്രം കൂടിയായ ഭിവാനി മണ്ഡലമാണ് സിപിഎമ്മിന് നൽകിയത്. മുതിർന്ന നേതാവ് ഓം പ്രകാശാണ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുന്നത്. ഭിവാനി ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഓം പ്രകാശ്. ഹരിയാനയിൽ 35 വർഷം മുൻപാണ് ആദ്യമായും അവസാനമായും സിപിഎം വിജയിച്ചത്. 1987 ഹൽപാർ സിംഗ് ആയിരുന്നു ടോഹാന മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. അന്ന് ജനപ്രീതിയുടെ കൊടുമുടിയിൽ നിന്നിരുന്ന ദേവിലാൽ രൂപീകരിച്ച ലോക്ദൾ ബിയുമായി സഖ്യത്തിലാണ് ഇടതുപക്ഷ പാർട്ടികൾ മത്സരിക്കുന്നത്. സിപിഎമ്മിനും സിപിഐക്കും ഓരോ സീറ്റാണ് മത്സരിക്കാൻ ലഭിച്ചത്. സിപിഐയും അന്ന് ആദ്യമായി വിജയിച്ചു. ഷഹബാദ് മണ്ഡലത്തിൽ നിന്നും ഹർണം സിംഗ് ആയിരുന്നു അന്ന് വിജയിച്ചത്. 1991 ഹരിയാന വികാസ് പാർട്ടിയുമായി സഖ്യത്തിൽ സിപിഎം 4 സീറ്റുകളിൽ മത്സരിച്ചിരുന്നു. എന്നാൽ ഒരിടത്തു പോലും വിജയിക്കാൻ പാർട്ടിക്ക് സാധിച്ചില്ല. പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതു പാർട്ടികൾ തനിച്ചു മത്സരിച്ചുവെങ്കിലും ഒരു ചലനവും ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ ഇക്കുറി സിപിഎം പ്രതീക്ഷയിലാണ്. കർഷക സമരമടക്കം കൊടുമ്പിരി കൊണ്ടുനിന്നിരുന്ന സംസ്ഥാനത്ത് മുന്നേറ്റമുണ്ടാക്കാനാകുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. ഓം പ്രകാശിന് മണ്ഡലത്തിൽ മികച്ച പിന്തുണയുണ്ടെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബാങ്ക് ജീവനക്കാരനായിരുന്നു പ്രകാശ്. 2014 UCO ബാങ്കിന്റെ ചീഫ് മാനേജറായിരിക്കെ കർഷകർക്കും തൊഴിലാളികൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ ജോലിയിൽ നിന്നും സ്വയം വിരമിച്ചു. രാഷ്ട്രീയതര സംഘടനയായ ജൻസംഘർഷ് സമിതിയുടെ നേതാവ് കൂടിയായ ഓം പ്രകാശിന് സമൂഹത്തിൽ വലിയ പിന്തുണ തന്നെയുണ്ട്. 2018 കർഷക സമരത്തിനിടെ ഓം പ്രകാശ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അതേസമയം സിപിഐയുമായി കോൺഗ്രസിന് സഖ്യമില്ല. സിപിഐയുമായും കോൺഗ്രസ് ചർച്ച നടത്തിയിരുന്നു. സോന സീറ്റ് സിപിഐക്ക് വാഗ്ദാനം ചെയ്തെങ്കിലും അത് അംഗീകരിക്കാൻ നേതൃത്വം തയ്യാറായില്ല. ഇതോടെയാണ് ചർച്ചകൾ അവസാനിച്ചത്. ആം ആദ്മി പാർട്ടിയുമായുള്ള കോൺഗ്രസിന്റെ സഖ്യ ചർച്ചകളും നേരത്തെ അവസാനിച്ചിരുന്നു. ആം ആദ്മിയുമായി സഖ്യം വേണമെന്ന നിലപാടിലായിരുന്നു തുടക്കം മുതൽ ദേശീയ നേതൃത്വം. എന്നാൽ സീറ്റ് വിഭജനം കല്ലുകടിയായി. 20 സീറ്റുകളോളമായിരുന്നു ആം ആദ്മി ആവശ്യപ്പെട്ടത്. ഇത് അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ല. 6 സീറ്റുകൾ വരെ നൽകാമെന്നായിരുന്നു കോൺഗ്രസ് അറിയിച്ചത്. ഇതോടെ ആം ആദ്മി ചർച്ചകളിൽ നിന്നും പിന്മാറി. തിരഞ്ഞെടുപ്പിന് ശേഷം ഇരു പാർട്ടികളും സഖ്യമുണ്ടാക്കുമോ എന്ന് ഉറ്റുനോക്കപ്പെടുകയാണ്.